ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നവംബർ മാസത്തെ പ്ലാനറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ എടുത്തിരിക്കുന്ന തീം എന്ന് പറയുന്നത് ബേക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ കേക്ക് ആയിക്കോട്ടെ, കപ്പ് കേക്ക് ആയിക്കോട്ടെ, അല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ്, നല്ല മീൻസ് ഇങ്ങനത്തെ ഡെസേർട്ട്സ് ഒക്കെ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്, അതാണ് നമ്മുടെ തീം. അപ്പോൾ ഈസയാണ് ഈ ഒരു തീം സെലക്ട് ചെയ്തത്. അവളാണ് ഇതിൻ്റെ ഔട്ട്ലൈൻ ഫുള്ളായിട്ടും പെൻസിലുകൊണ്ട് വരച്ച് തന്നത്. ഞാൻ ഇത് കളറിങ്ങും അതുപോലെ തന്നെ സ്കെച്ച് ചെയ്യുന്നതൊക്കെയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അവൾ തന്നെയാണ് സ്വന്തമായിട്ട് ഫുൾ പ്ലാനർ ഇതുപോലെ വരയ്ക്കുന്നത്. ഫുൾ അവൾ ചെയ്തോളും, പക്ഷെ എനിക്ക് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഞാനാണ് ഇതിപ്പോൾ വരച്ച് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കണം. കാരണം വീഡിയോയിൽ എനിക്ക് ആ ഒരു ജോലി ചെയ്യാൻ സമയമുണ്ടല്ലോ, അവൾക്ക് ക്ലാസ് ഉള്ളതുകൊണ്ട് ഈ വീഡിയോ ചെയ്യലും ഇതൊന്നൊക്കെ കൂടെ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാണ് അതെല്ലാം ചെയ്യണേ. അപ്പോൾ ചാനലിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ഫുള്ളും ചെയ്യണത്. പക്ഷേ അവരുടെ ഒരു കോൺട്രിബ്യൂഷൻ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഉണ്ടായിരിക്കും. കൂടുതലായിട്ട് അവർ ഇതിലേക്ക് വരാത്തതിൻ്റെ കാര്യം, അവർക്ക് സ്കൂളും അവരുടെ ഫ്രണ്ട്സും ആ ഒരു ലൈഫ് എൻജോയ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ കുറേ ഇങ്ങനത്തെ വീഡിയോയുടെ വർക്കിലേക്ക് അവർ വന്നു കഴിയുമ്പോൾ പിന്നെ അവരുടെ ആ ഒരു ഇത് മിസ്സാവും. അവർ വീഡിയോ ഒക്കെ കാണും, അതുപോലെ തന്നെ അവരുടെ സ്കൂൾ ലൈഫ് എൻജോയ് ചെയ്യുക, ഇതൊക്കെയാണ് അവരുടെ ജോലികൾ. അപ്പോൾ നമ്മൾ നവംബർ മാസത്തെ പ്ലാനർ ഞാൻ നേരത്തെ പറഞ്ഞു, ബേക്കിംഗ് ആണ് നമ്മൾ തീം എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരുപാട് പ്ലാനേഴ്സ് നമ്മൾ വരച്ചിട്ടുണ്ട് പല പല ആശയങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പ്ലാനേഴ്സിൻ്റെയും വീഡിയോ 2 വർഷത്തോളമായി ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കറിയാം എന്തോരം പിക്ചേഴ്സ് വീഡിയോസും വന്നിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് അതൊക്കെ ചെയ്യാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ വരച്ചിട്ടൊക്കെ ട്രൈ ചെയ്യാണ്, പിക്ചേഴ്സൊക്കെ വരയ്ക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് അയച്ചു തരാം. അപ്പോൾ ഞാൻ എൻ്റെ ഇങ്ങനത്തെ പ്ലാനറിൻ്റെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തും. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ കുറേ കൂട്ടുകാർ പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. ആ പിക്ചേഴ്സൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെ അയക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ മെയിൽ ഐ ഡി ആയിട്ടുള്ള malayali.momcrafts@gmail.com എന്ന് പറഞ്ഞ മെയിൽ ഐ ഡിയിലോട്ട് 5-6 പിക്ചേഴ്സ് മാക്സിമം കേട്ടോ. ആ പിക്ചേഴ്സ് നിങ്ങളുടെ പേര് സഹിതം അയച്ചു തരിക. നമ്മൾ ഇനി പോസ്റ്റ് ചെയ്യുന്ന പ്ലാനറിൻ്റെ വീഡിയോ, ഇപ്പോൾ നവംബറിൽ ഇപ്പോൾ നമ്മൾ പോസ്റ്റ് ചെയ്തപ്പോൾ ഡിസംബറിൻ്റെ പ്ലാനർ വീഡിയോയിൽ ഞാൻ നിങ്ങൾ അയക്കുന്ന പിക്ചേഴ്സൊക്കെ ഉൾപ്പെടുത്തും. ആ സമയത്ത് നിങ്ങൾക്ക് ഞാൻ മറുപടി അയക്കും. അതായത് ഡിസംബർ മാസമായിരിക്കും ഞാൻ മറുപടി അയക്കുക. നിങ്ങൾ അയക്കുന്ന മെയിലിന് നിങ്ങളുടെ പിക്ചർ ആഡ് ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾ അത് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ താല്പര്യമുള്ളവർക്ക് പിക്ചേഴ്സ് നമുക്ക് അയച്ചു തരാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ പേജ് വരച്ച് കഴിഞ്ഞു, നവംബർ എന്ന് എഴുതി, അതിൻ്റെ ചുറ്റും കുറേ പിക്ചേഴ്സൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മുടെ തീം പേജ് കംപ്ലീറ്റ് ആയി. അടുത്ത പേജ് നമ്മൾ കലണ്ടർ വരച്ചു കൊടുക്കുകയാണ്. ചെറിയൊരു കലണ്ടറാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്യാൻ മാത്രമാണ്, എഴുതാൻ അങ്ങനെ സ്ഥലമില്ല, മാർക്ക് ചെയ്യാൻ മാത്രമായിട്ട്. പിന്നെ നമ്മളൊരു കോട്ട് എഴുതി വെക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു കോട്ട് നമുക്ക് അവിടെ എഴുതാം. അതിൻ്റെ ചുറ്റും നമ്മൾ കേക്ക്, കപ്പ് കേക്ക്സ്, അങ്ങനെയുള്ള കുറേ പിക്ചേഴ്സൊക്കെ വരച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ തീം നിങ്ങൾ എടുത്തിരിക്കുന്നത്, ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ കോഫി എന്നാണ് എടുത്തിരിക്കുന്നത്, യൂണിക്കോൺ ആണ് എടുത്തിരിക്കുന്നത്, ഏതാണ് എടുത്തിരിക്കുന്ന തീം, അതുമായി ബന്ധപ്പെട്ട പിക്ചേഴ്സ് നിങ്ങൾ അതിൻ്റെ ചുറ്റുമൊക്കെ വരച്ച് വയ്ക്കുക. നമ്മളിപ്പോൾ ഈ പറഞ്ഞ തീമുകളൊക്കെ വരച്ചിട്ടുണ്ട് കേട്ടോ. യൂണിക്കോണൊക്കെ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്, റെയിൻബോ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ട്. കുറേ പേര് പല റിക്വസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ളത് പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ അത് രസമില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയ പുതിയ തീംസ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം തന്നെ കളർ ചെയ്യാം. സാധാരണ ഞാൻ സ്കെച്ച് പെൻ ഉപയോഗിച്ചാണ് കളർ ചെയ്യാറുള്ളത്. അപ്പോൾ ചിലവർക്കെങ്കിലും ഇങ്ങനത്തെ ബുക്കോ അല്ലെങ്കിൽ സ്കെച്ചോ അതൊക്കെ ഇല്ലാത്തവർക്ക് ക്രയോൺസോ പെൻസിൽ കളറോ എന്ത് വേണമെങ്കിലും വെച്ചിട്ട് കളർ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു പ്ലാനറേ ഉള്ളൂ. അതിന് കുറേ ബുദ്ധിമുട്ടായി കുറേ ഐറ്റംസ് ഒന്നും ഇതിന് ആവശ്യമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ പ്ലാനർ ഉപയോഗിക്കുന്നത് പ്ലാനിങ്ങിന് വേണ്ടിയിട്ടാണ്. കുറേ പടമൊക്കെ വരച്ച് വെച്ചു, സൂപ്പർ ബുക്കൊക്കെ വെച്ചു എന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല. നമ്മളത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ അതിലൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ ഒരു സാധാരണ നോട്ട് പുസ്തകം ഉള്ളെങ്കിലും അതിൽ നിങ്ങൾക്ക് ഒരു ഡയറി പോലെ ആക്കിയെടുക്കാം. നിങ്ങളത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഡയറിയൊക്കെ വേണമെങ്കിൽ വാങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി കളറിങ്ങും കാര്യങ്ങളും ഫുള്ളായിട്ടും കംപ്ലീറ്റ് ചെയ്യുകയാണ് നമ്മുടെ തീം പേജിൻ്റെ. ഈ പ്രാവശ്യം ക്രയോൺസ് എടുത്തുകൊണ്ട് തന്നെ വളരെ ഈസി ആയിരുന്നു കളർ ചെയ്യാൻ. പക്ഷേ അതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടായിരുന്നില്ല, ആകെ 12 കളേഴ്സേ ഉള്ളൂ. ആ കളേഴ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. സ്കെച്ച് ആണെങ്കിൽ എൻ്റെ കയ്യിൽ കുറേ കളേഴ്സ് ഉണ്ട്, നമുക്ക് കുറേ ഷെയ്ഡൊക്കെ കൊടുക്കാം. പക്ഷേ കുഴപ്പമില്ല, ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി സാധാരണയിലും ഇട്ടിട്ട്.
അടുത്തത് നമുക്ക് നവംബർ മാസത്തെ കലണ്ടറും കൂടി കളർ ചെയ്തെടുക്കാം. കലണ്ടറിൽ ഡേറ്റുകളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ശ്രദ്ധിക്കുക. എനിക്ക് തെറ്റുകൾ പറ്റാം, മോൾക്ക് തെറ്റുകൾ പറ്റാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതൊന്ന് കലണ്ടറായിട്ട് റെഫർ ചെയ്തിട്ട് ദിവസവും ഡേറ്റൊക്കെ കൃത്യമല്ല എഴുതിയിരിക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പറയാം. അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് ഹെൽപ്ഫുള്ളായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് കളറിങ് കാര്യങ്ങളും ഈ ഒരു കളറിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ പടങ്ങളൊക്കെ നമ്മുടെ ഒരു ഐഡിയ അനുസരിച്ച് വരച്ചാലും മതി. തന്നെ വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലവരിത് വരയ്ക്കാൻ വേണ്ടി ട്രൈ ചെയ്ത് കുറേ നേരമൊക്കെ വേസ്റ്റ് ആക്കുക, അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല. നിങ്ങളുടെ സ്റ്റൈലിൽ വരയ്ക്കുക, അത്രയേ ഉള്ളൂ. നിങ്ങളത് ഉപയോഗിക്കുക. നമ്മൾ ഈ പടങ്ങളൊക്കെ വരയ്ക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ വരച്ചിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കാണാൻ നല്ല രസമായിരിക്കും, നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടി തോന്നും. പിന്നെ ഒരു ക്രാഫ്റ്റ് ഐഡിയ അല്ലെങ്കിൽ ഒരു ആർട്ട് വർക്ക് നമ്മൾ ഇരുന്ന് ഫ്രീ ടൈമിൽ ചെയ്യുന്ന പോലെ വിചാരിച്ചാൽ മതി കേട്ടോ. ഇനി നമ്മുടെ ഫേവറേറ്റ് പേജ് ആയിട്ടുള്ള മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞിട്ടുള്ള പേജാണ് വരയ്ക്കുന്നത്. മൂഡ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജ് എന്താണെന്ന് കുറേ പേർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും എല്ലാ വീഡിയോയിലും ഞാൻ പിന്നെയും പറയുന്നത് ആദ്യമായിട്ട് പ്ലാനറിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ പേജിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ മാസത്തിൽ 30 ദിവസമാണുള്ളത്. അപ്പോൾ 30 ഐറ്റംസ് നമ്മൾ വരയ്ക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ നമ്മൾ കേക്ക് ബേക്കിംഗ് അല്ലെങ്കിൽ ബേക്കിംഗ് ആണല്ലോ തീം കൊടുത്തത്. അപ്പോൾ നമ്മൾ കുറേ കേക്കിൻ്റെ അങ്ങനെയൊക്കെ കുറേ ഡെസേർട്സിൻ്റെ ഒക്കെ പിക്ചേഴ്സ് വരച്ച് വെക്കുകയാണ് 30 എണ്ണം. ഓക്കെ, ഇത് മുഴുവൻ വരച്ച് വെച്ചിട്ട് നമ്മുടെ ഒരു ദിവസത്തിലെ നമ്മുടെ മൂഡ് എങ്ങനെയായിരുന്നു, നമ്മൾ ഹാപ്പി ആയിരുന്നോ, സാഡ് ആയിരുന്നോ, ദേഷ്യമായിരുന്നോ, അല്ലെങ്കിൽ ഓക്കെ ആയിരുന്നോ എന്ന് നമുക്കൊന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പേജാണ്. അപ്പോൾ നമ്മളെങ്ങനെ മാർക്ക് ചെയ്യുക? വേണമെങ്കിൽ നമുക്ക് എഴുതി വെച്ചാൽ മതി അല്ലേ, ഗുഡ് അല്ലെങ്കിൽ ബാഡ് അല്ലെങ്കിൽ സാഡ് എന്നൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാം അല്ലേ. അതിന് പകരം നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ടി ഒരു കളർ കൊടുക്കും. ഇപ്പോൾ ഗുഡാണ്, നല്ല ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഓറഞ്ച് കളർ കൊടുക്കാം. ബാഡ് ഡേ ആയിരുന്നു എന്നുണ്ടെങ്കിൽ റെഡ് കളർ കൊടുക്കാം. അങ്ങനെ ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് എന്തെങ്കിലും തീരുമാനിച്ചിട്ട് ആ ഒരു ഐറ്റത്തിന് 1-ാം തീയതി ഇപ്പോൾ നമ്മൾ ഒരു കേക്കിൻ്റെ പടം വരച്ച് വെച്ചിട്ടുണ്ടല്ലേ, ആ 1-ാം തീയതിയിൽ നമ്മൾ ഏത് കളറാണോ ഉദ്ദേശിക്കുന്നത് ആ കളർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ അവസാനം 30-ാം തീയതി വരെ ആവുമ്പോൾ ഈ മാസത്തിൽ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് നമുക്കിതിലെ കളേഴ്സ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തിലൊക്കെ അവളുടെ പ്ലാനർ ഫുള്ളായിട്ടും ചെയ്തത് കാണിച്ചിരുന്നു. പക്ഷേ ഈ കഴിഞ്ഞ ഒക്ടോബർ മാസത്തെ പ്ലാനർ അത്രയും അവൾ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയില്ല, കാരണം ഭയങ്കര ബിസി ആയിരുന്നു അതുകൊണ്ട്. പക്ഷേ അതിന് മുൻപത്തെ മാസം അവൾ നല്ല രീതിക്ക് യൂസ് ചെയ്തിരുന്നു. അത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നേ എന്നുള്ളത്. ഇനി നമ്മുടെ അടുത്ത പേജിലോട്ടാണ് പോകുന്നത്. അടുത്ത പേജ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ പേജാണ്. ഹാബിറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയ കുറേ ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കുമ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ അത് ട്രാക്ക് ചെയ്യാനുള്ളൊരു പേജാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്നത്, ബുക്സ് വായിക്കുന്നത്, നമ്മുടെ റൂം ക്ലീൻ ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഡെയിലി ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആ കാര്യം എഴുതിയിട്ട് 30 ദിവസവും നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, എന്നിട്ട് 1-ാം തീയതി നമ്മൾ ആ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ 1 ടിക്ക് ഇട്ട് കൊടുക്കുക, 2-ാം തീയതി ചെയ്തിട്ടുണ്ടെങ്കിൽ ടിക്ക് ഇടുക, ചെയ്യാത്ത ദിവസം ഇൻറ്റു മാർക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വേക്കപ്പ് ഏർലി, അവളിപ്പോൾ കുറേ ആയിട്ട് എല്ലാ ദിവസവും നേരത്തെ എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ അത് ട്രാക്ക് ചെയ്യാനാണ് ആ ഒരു സെക്ഷൻ. ബുക്സ് കൂടുതൽ വായിക്കാനാണ് റീഡിംഗ് എന്ന് പറഞ്ഞാൽ ഇത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ് ഏതാണെന്ന് വെച്ചാൽ എഴുതാം. മാക്സിമം 3 എണ്ണമൊക്കെ എഴുതിയാൽ മതി. ഒരുപാട് എഴുതി കഴിഞ്ഞാൽ നമുക്കത് ഫോളോ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത്ര എഴുതാം. ഈ ഒരു പേജ് അവൾ അധികം അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം ഞാൻ കണ്ടിട്ടില്ല. ബാക്കി പേജസിൻ്റെ പോലെയല്ല, ഇത് ഇത്തിരി മടിയാണ് തീർക്കാൻ. എനിക്കും പൊതുവെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അവൾ ചിലപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ടിക്കറ്റ് പോകാനൊക്കെ ചിലപ്പോൾ മറന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെയും കൂടി ഒരു കോട്ട് എഴുതി വെച്ചു. ഇനി അടുത്ത പേജിൽ ഞാൻ സാധാരണ ഇങ്ങനെ ഒരു പിക്ചർ വരയ്ക്കാറില്ല, പക്ഷെ എനിക്ക് എന്തോ ഒരു പിക്ചർ വരച്ച് വെക്കണമെന്ന് തോന്നി. അപ്പോൾ ഇങ്ങനെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു പെൺകുട്ടിയുടെ ഡ്രോയിങ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് ഇങ്ങനെ ജാക്കറ്റും അതുപോലെ തന്നെ ട്രാക്ക് പാൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പോകുന്നത്. അപ്പോൾ അവൾക്ക് അത് ഇഷ്ടമായതുകൊണ്ട് ഞാനാണ് ഈ ഒരു പിക്ചർ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരച്ച് വെച്ചതാണ്. അവളവിടെ വരച്ചിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അതും കൂടി ഒന്ന് വരച്ച് ചെയ്ത് ആഡ് ചെയ്ത് വെച്ചു, കാരണം അത് കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഒരു കവായ് ഡ്രോയിങ് എന്ന് പറയാം, കവായ് സ്റ്റിക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ സെർച്ച് ചെയ്താൽ ഇങ്ങനത്തെ കുറേ ക്യൂട്ടായിട്ടുള്ള കുട്ടികളുടെ പിക്ചേഴ്സ് നമുക്ക് ഓൺലൈനിൽ നോക്കിയാൽ കിട്ടും. അത് നോക്കി ഇതുപോലെ ഇഷ്ടമുള്ള പിക്ചേഴ്സ് വരയ്ക്കാം. അപ്പോൾ ബാഗൊക്കെ ഇട്ടിട്ട് ഒരു ക്യാപ്പൊക്കെ വെച്ചിട്ട് ആ കുട്ടി പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഞാനൊരു കുട്ടീനെയും പിന്നെ അതിൻ്റെ ചുറ്റും കുറച്ച് കേക്കും അങ്ങനെ ഒരു ജ്യൂസൊക്കെ വരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കോട്ടും കൂടി എഴുതി വെച്ചു. അപ്പോൾ ഇങ്ങനെ ഇതൊരു ഡ്രോയിങ് ആണ്, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ പിക്ചേഴ്സൊക്കെ അതിൻ്റെ ഇടയിൽ വരച്ച് ഇങ്ങനെ പ്ലാനറിൻ്റെ ഉള്ളിൽ കൊടുക്കാം. നിങ്ങൾ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നിങ്ങൾക്ക് പടം വരയ്ക്കാനൊക്കെ അറിയാം അല്ലെങ്കിൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ വരയ്ക്കാം.
അങ്ങനെ നമ്മുടെ ഈ ഒരു ക്യൂട്ട് പിക്ചർ നമ്മൾ കളർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ലാസ്റ്റ് സെക്ഷൻ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മോളായാലും ഉപയോഗിക്കുന്ന ഒരു സെക്ഷൻ, ടു ഡു ലിസ്റ്റ് പേജ്. അതായത് ഒരു ദിവസത്തിൽ നമുക്ക് അന്നാന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുള്ള ഒരു പേജാണ്. അതായത് ഇപ്പം നമുക്ക് അന്ന് ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ജോലികൾ വീട്ടിൽ ചെയ്യണമെങ്കിലോ, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യണമെങ്കിലോ, എന്തെങ്കിലുമൊക്കെ ആ ദിവസം ഓർമ്മപ്പെടുത്തണമെങ്കിൽ അത് എഴുതാനുള്ളൊരു ലിസ്റ്റിൻ്റെ പേജാണിത്. അപ്പം നമ്മൾ ഇതിനായിട്ട് കുറേ ബോക്സസ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോ ദിവസവും തീയതിയും നമ്മൾ എഴുതുന്നുണ്ട്. കൃത്യമായ പ്ലാനർ ഉപയോഗിക്കുന്നവർ മാത്രം അതിൽ തീയതിയും ദിവസവും എഴുതിയാൽ മതി. പ്ലാനറൊക്കെ എഴുതുന്നത് ഇടയ്ക്കൊക്കെ മിസ്സാവുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ദിവസവും തീയതി എഴുതരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ എഴുതി വെച്ചിട്ട് ആ ദിവസം മിസ്സായാൽ പിന്നെ ആ ഒരു സെക്ഷൻ വെറുതെ വേസ്റ്റ് ആവും. പിന്നെ അത് കട്ട് ചെയ്ത് പിന്നെ ആദ്യം പുതിയൊക്കെ എഴുതേണ്ടി വരും. അപ്പോൾ അതിൽ നല്ലത് കുറച്ച് ബോക്സസ് വരച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. ആവശ്യമനുസരിച്ച് എഴുതി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പ്ലാനർ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമുക്കൊന്ന് കാണാം. അപ്പോൾ ഈ പ്ലാനർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് അയച്ചുതന്ന പിക്ചേഴ്സ് നമുക്കൊന്ന് കാണാം. അവണ്യ TR, മിൻഹ MM, കീർത്തന V, ഭാഗ്യ വിനിൽ, അഷിമ S മനോജ്, സെഹന. അപ്പോൾ സെഹന സാധാരണ പോലെ ബുക്കിൽ വരച്ചിരിക്കുകയല്ല, ഇതുപോലെ ഡിജിറ്റലായിട്ടാണ് ഉണ്ടാക്കി നമുക്ക് സെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പ്ലാനർ അയച്ച എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു. നിങ്ങളുടെ ഒരുപാട് പേരുടെ പിക്ചേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. നമുക്ക് വീഡിയോയിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോയിൽ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.